മറ്റൊരു വാർത്തയിലേക്ക്. താരസംഘടന അമ്മയിലെ പ്രതിസന്ധി തുടരുകയാണ്. അൻസിബയുടെ പരാതിയിൽ ലക്ഷ്മിപ്രിയയ്ക്കും ഭർത്താവ് ജയേഷിനും തൃപ്പൂണിത്തുറ എസ് ഐ രേഷ്മയ്ക്കുമെതിരെ ഇന്ന് കേസെടുത്തേക്കും. ഇതിനിടെ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും അഭിപ്രായങ്ങൾ വ്യക്തമാക്കേണ്ടത് അവരാണെന്ന് അൻസിബ ഹസൻ പറഞ്ഞു. ജനറൽ ബോഡിയുടെ അഭിപ്രായം മാനിക്കുന്നു എന്നാണ് മോഹൻലാൽ അറിയിച്ചതെന്നും അൻസിബ ഹസൻ ന്യൂസ് 18നോട് വ്യക്തമാക്കി. ജനറൽ ബോഡിയിൽ ലാലേട്ടൻ നമ്മളടുത്ത് പറഞ്ഞത് ജനറൽ ബോഡി എന്ത് തീരുമാനിക്കുന്നു അതിന്റെ കൂടെ അദ്ദേഹം നിൽക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓരോരുത്തരുടെയും നിലപാടുകൾ എന്താണെന്ന് അവരവർ തന്നെ വന്ന് പറയണതായിരിക്കും നല്ലത്. എന്റെ നിലപാടല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഓരോരുത്തരും അവരുടെ നിലപാടുകൾ അവരവര് വ്യക്തമാക്കുകയാണെങ്കിൽ അത് നല്ലത്. അത് ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ പറയുന്നതിൽ നമുക്ക് വിശ്വസനീയമായിട്ട് തോന്നൂലല്ലോ. അവര് പബ്ലിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. അപ്പൊ ഞാൻ അങ്ങനെ അവര് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും വിശ്വാസം വരുള്ളൂ. അതെന്റെ പേഴ്സണൽ കാര്യം ഞാൻ പറയണത്. എനിക്ക് അങ്ങനെ കേൾക്കുമ്പോഴേ എനിക്കത് വിശ്വസനീയമായിട്ട് തോന്നുള്ളൂ. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, രണ്ട് കാര്യങ്ങൾ. ആദ്യം, ഈ ലക്ഷ്മിപ്രിയയ്ക്കും ഭർത്താവിനും എസ് ഐ രേഷ്മയ്ക്കുമെതിരായി ഇന്ന് കേസെടുക്കുമോ? നവമി, ഇന്ന് കേസെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിലവിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവിനെ തുടർന്ന് ലക്ഷ്മിപ്രിയയ്ക്കും അതുപോലെ ഭർത്താവ് ജയേഷിനും അതുപോലെ തൃപ്പൂണിത്തുറയിലെ വനിതാ സെൽ എസ് ഐ രേഷ്മയ്ക്കുമെതിരെ നടപടികൾ തുടരണം, നടപടികൾ ഉണ്ടാകണം, കേസെടുക്കണം എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. തൃക്കാക്കര ACP കഴമ്പില്ല എന്ന് കണക്കാക്കി എന്ന് തീരുമാനിച്ച് തള്ളിക്കളഞ്ഞ പരാതിയിലാണ് കോടതിയുടെ നടപടി. തൃപ്പൂണിത്തുറ കോടതിയുടേതാണ് നടപടി. എന്തായാലും ഈ വിഷയത്തിൽ കേസ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് തന്നെ അതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ നിലവിൽ ഇതുവരെയും അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നവമി, ശരി. കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.